ഈ വീഡിയോയിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ഈ കമ്പനിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ എയർഫോഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരുവിധപ്പെട്ട സാമഗ്രികളെല്ലാം തന്നെ നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പൊ HAL എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ എയർഫോഴ്സിന്റെ ആ ഒരു എക്കോസിസ്റ്റം മൊത്തത്തിൽ റൺ ചെയ്യുന്നത്. അപ്പൊ ഇത് എത്രമാത്രം സ്പീഡപ്പ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നോ അതിനനുസരിച്ചാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആ ഒരു ഡെവലപ്മെന്റ് ഗ്രോത്ത്. എയർബസ് അറിയാലോ, ഫ്രാൻസിന്റെ കമ്പനിയാണ്. എയർബസും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഈ രണ്ട് കമ്പനികളോട് ചേർന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു ലേബലിൽ H125 ഹെലികോപ്റ്റേഴ്സ് ഫസ്റ്റ് ഡെലിവറി എക്സ്പെക്ടഡ് ഇൻ 2027 2027 ഫസ്റ്റ് ഡെലിവറി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കമ്പനികളുമാണ് ഇത് ചേർന്ന് നിർമ്മിക്കുന്നത്. എയർബസും ടാറ്റയും കൂടെ ചേർന്ന് ക്ലാസ് സാധനം, പൊട്ടാസ് സാധനമാണ് നിർമ്മിക്കുന്നത്. ഇതെല്ലാം ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ ഇന്ത്യയുടെ ആ ലെവൽ തന്നെ വേറെ ആയിരിക്കും. DRDO ഒരു പുതിയ ഹൈപ്പർസോണിക് മിസൈൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. അപ്പൊ അതായത് എൻഡ് ഓഫ് 2025 തന്നെ ഈ പരീക്ഷണം നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഈ വർഷം തന്നെ. ഇപ്പൊ ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പില് പുടിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റ് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്രോക്സിമേറ്റ്ലി ഡിസംബർ 5-6 ദിവസങ്ങളിലാണ് പുടിൻ ഇന്ത്യ സന്ദർശനം നടത്തുക എന്നാണ് പ്രാഥമികമായിട്ട് ഇപ്പൊ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കൗൺസിൽ ജനറൽ ചുമതലയേറ്റിട്ടുണ്ട്. ഇന്ത്യക്കുള്ളിലുള്ള ഇസ്രായേൽ കൗൺസിലേറ്റിൽ പുള്ളി ഇന്ത്യക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ പൗരന്മാരെ ഹമാസ് ബന്ദിയാക്കി വെച്ചിരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ എടുത്ത നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് പുള്ളി അവർ ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തിയത്. ഉസ്ബെക്കിസ്ഥാനും ഇന്ത്യയും തമ്മിൽ 9ാം ഘട്ട ചർച്ചയാണ് നടന്നത്. ഈ ഒരു ചർച്ചയിൽ പ്രധാനമായിട്ട് ഉസ്ബെക്കിസ്ഥാൻ പഹൽഗാം അറ്റാക്കിനെ അപലപിച്ചിട്ടുണ്ട്. അത് ഒരു തീവ്രവാദ ആക്രമണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങളും ജോയിന്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയത്. കൗണ്ടർ ടെററിസമായിട്ട് ബന്ധപ്പെട്ട് ഉസ്ബെക്കിസ്ഥാനിൽ താഷ്കണ്ടിൽ വെച്ചിട്ട് നടന്ന മീറ്റിംഗിലാണ് സെപ്റ്റംബർ 30 ആ മീറ്റിംഗിലാണ് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ ഈ ഒരു ചർച്ച നടത്തിയത്. ഒരു ജോയിന്റ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യ ജോയിന്റ്ലി കോപ്പറേഷൻ വിത്ത് സൗത്ത് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക, അതായത് ഈ മേഖലകളിലേക്കെല്ലാം ഉസ്ബെക്കിസ്ഥാനും ഓപ്പണിംഗ് കിട്ടുന്ന രീതിയിലുള്ള ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് ഇന്ത്യ സെൻട്രിക് ആ ഒരു ട്രേഡ് റൂട്ട്, അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തിയത്. അർമേനിയയുടെ ഒരു ഡിഫൻസ് പാർട്ണറാണ് ഇന്ത്യ. നമ്മളുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ അർമേനിയ ഉപയോഗിക്കുന്നത്. അർമേനിയയുടെ നാഷണൽ ഡേ സെലിബ്രേഷൻ ആണ് ഒക്ടോബർ 1 അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ശരിക്കും അർമേനിയയ്ക്ക് നാഷണൽ ഡേ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരെ വിഷ് ചെയ്തതാണ്. അത് അർമേനിയയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇതിനെ വലിയ കാര്യമായിട്ട് തന്നെ അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അർമേനിയയുടെ ഇന്ത്യയിലേക്കുള്ള അർമേനിയൻ എൻവോയും ഇന്ത്യൻ റെപ്രസെന്റേറ്റീവും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് അർമേനിയ ഇന്ത്യയും തമ്മിൽ ആ ഒരു ഡിഫൻസ് ടൈസ് റീഅഫോം ചെയ്യുന്നതായിട്ട് അവർ പ്രഖ്യാപിച്ചത്. ഇതിൽ റീഅഫോം ചെയ്യാനൊന്നുമില്ല. അർമേനിയയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് പാർട്ണറാണ് ഇന്ത്യ. അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ സൈപ്രസിന് ഒരു ഗ്രീറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രീറ്റിംഗ്സ് അവരുടെ ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഇന്ത്യയും സൈപ്രസുമായിട്ടുള്ള ബന്ധം ഇപ്പൊ കുറച്ചുകൂടെ ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരികയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഗ്രീസാണ്. കാരണം ഗ്രീസാണ് ഒരു സൈപ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്തെ സൈഡ് കൺട്രോൾ ചെയ്യുന്നത് തുർക്കിയാണ്. ഇന്ത്യ നടത്തുന്ന നേവൽ എക്സസൈസുകൾ, ഇന്ത്യ ഗ്രീസിന് കൊടുക്കുന്ന ഡിഫൻസ് സപ്പോർട്ട്, ഇതെല്ലാം തന്നെ തുർക്കിയെ ചൊടിപ്പിക്കുന്നുണ്ട്. അപ്പൊ തുർക്കി എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ വന്നിട്ട് ഇന്ത്യക്കെതിരെ നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു കാരണം മനസ്സിലായല്ലോ. അതായത് ആദ്യമേ തുർക്കിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. കശ്മീർ വിഷയത്തിൽ തലയിട്ടത് തുർക്കിയാണ്. അതിനുശേഷമാണ് ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ ഗ്രീസുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പിംഗ് മിഷനിൽ ഇന്ത്യയുടെ സോൾജേഴ്സ് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു വിയോജിപ്പ്, അതായത് ഇന്ത്യക്ക് അത്ര താല്പര്യമില്ല. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യൻ സോൾജേഴ്സിനെ ഉക്രൈന്റെ ഭാഗത്തും അതുപോലെ തന്നെ ഗാസയുടെ ഭാഗത്തും കൊണ്ട് ഡിപ്ലോയ് ചെയ്യുന്നതിൽ ഇന്ത്യക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളത് ഇന്ത്യ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. ഞാൻ ഒരുപാട് നാൾ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കഠിനമായ യുദ്ധം നടക്കുന്ന ആ ഒരു യുദ്ധഭൂമിയിൽ എന്തിന് ഈ മറ്റുള്ള രാജ്യത്തുള്ള സോൾജേഴ്സിനെ കൊണ്ട് അവിടെ ഡിപ്ലോയ് ചെയ്യുന്നത്? അത് എവിടെയെങ്കിലൊക്കെ പ്രൊട്ടക്ഷൻ വേണം. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥലത്ത് യുദ്ധം നടന്നു ഒത്തുതീർപ്പാക്കി എഗ്രിമെന്റ് ആയി. അവിടെ ഓൾറെഡി തന്നെ ഒരു സമാധാനപരമായ അന്തരീക്ഷമുണ്ട്, കുറച്ച് ബഫർ സോൺ ഉണ്ട്. അപ്പൊ ആ ബഫർ സോണിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് ത്രൂ അവിടെ പീസ് കീപ്പിംഗ് മിഷനെ കൊണ്ട് വെക്കുന്നെങ്കിൽ ഓക്കെ. പക്ഷേ യുദ്ധ അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ആ ഒരു സെൻട്രൽ പോയിന്റിൽ കൊണ്ടിട്ട് ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ഈ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ഈ സോൾജേഴ്സിനെ കൊണ്ട് അവിടെ ഡിപ്ലോയ് ചെയ്യുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. ഒരു രാജ്യത്തിനും അതിനോട് യോജിക്കേണ്ട ആവശ്യമില്ല. അതായത് രാജ്യത്തുള്ള സോൾജേഴ്സ് അവരുടെ സോവറിനിറ്റിയെ മാനിച്ചുകൊണ്ട് അവര് പടപൊരുതുന്ന അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് യുണൈറ്റഡ് നേഷൻസ് അവിടെ കൊണ്ടിടുന്നത് മറ്റുള്ള രാജ്യത്തിന്റെ ആൾക്കാർ? ഇപ്പോഴെങ്കിലും ഇന്ത്യ ആർജവത്തോടുകൂടി ഈ ഒരു തീരുമാനം എടുത്ത് അറ്റ്ലീസ്റ്റ് ഈ ഒരു വിഷയം പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നല്ലോ. അത് തന്നെ അപ്രീഷിയേറ്റബിൾ ആണ്.
ISRO ചന്ദ്രയാൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോജക്ട് 6, 7, 8 3 അടുത്തടുത്തുള്ള പ്രോജക്റ്റുകൾ ലൈനപ്പ് ചെയ്യാണ്. ഇത് 2040 ഈ ഒരു 3 പ്രോജക്റ്റുകളും കൂടി നമ്മൾ നടത്തി തീർത്തിരിക്കും. അതായത് ചന്ദ്രനിലേക്കുള്ള മാൻ മിഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ചന്ദ്രയാൻ എന്ന് പറഞ്ഞ ഒരു പ്രോജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിലിടയ്ക്ക് 1-2 പ്രോജക്റ്റുകളിലൊക്കെ ജപ്പാനും കൂടി നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അതിന് ഇന്ത്യക്ക് അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഫ്രണ്ട്ലി ആയിട്ടുള്ള നേഷൻസിനെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്നത്. UAEയും കൂടി ഇതിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ യൂറോപ്പ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, അതായത് ഇന്ത്യയുമായിട്ട് ഒരു രാജ്യങ്ങളും സഹകരിക്കത്തില്ല, അമേരിക്ക പോയാൽ എല്ലാം പോയി, ഇന്ത്യക്ക് പിന്നെ ആരും ഇല്ല എന്നുള്ള രീതിയിലുള്ള കരച്ചിലൊക്കെ നമ്മൾ കുറെ നാൾ കൊണ്ടേ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം യൂറോപ്യൻ യൂണിയൻ, അതിൽ പ്രധാനപ്പെട്ട 4 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ഓൾറെഡി തന്നെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തതാണ്. അത് ഈ മാസം മുതൽ നിലവിൽ വരികയാണ്. മറ്റുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനിലുള്ള മറ്റുള്ള രാജ്യങ്ങളുമായിട്ടും നമ്മൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒക്ടോബർ 1 മുതൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിൽ വരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഐസ്ലാൻഡ്, ലിച്ചൻസ്റ്റൈൻ, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഈ 4 രാജ്യങ്ങളാണ് ഇപ്പോൾ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആക്റ്റീവ് ആയിരിക്കുന്നത്. അതായത് ഒക്ടോബർ 1 മുതൽ, ഇന്നലെ മുതൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആക്ടിവേറ്റഡ് ആണ്. ഈ രാജ്യങ്ങൾക്ക് നമ്മൾ 0 താരിഫിലാണ് സാധനങ്ങൾ കയറ്റി അയക്കുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതും. അപ്പൊ ഇത് യൂറോപ്യൻ മേഖലയിലെ ഇന്ത്യയുടെ ഒരു ആദ്യത്തെ ചുവടുവെപ്പാണ്. അപ്പൊ ഈ രാജ്യങ്ങളെ ഒബ്സർവ് ചെയ്തിട്ട് മറ്റുള്ള രാജ്യങ്ങൾ തുടരെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ സൈൻ ചെയ്യും. അറിയാലോ, 28 രാജ്യങ്ങളോളം ഉണ്ട്. ആ 28 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യും. ട്രംപ് മുന്നോട്ട് വെച്ച 100% താരിഫ് ഇന്ത്യക്ക് മേളിൽ ഇടണമെന്ന് ഉപദേശിച്ച ആ ഒരു ഉപദേശത്തിനെ ചവിറ്റുകൊട്ടയിൽ ഇട്ടുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് വളരെ ശക്തമായ രീതിയിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈസ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി. യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇന്ത്യയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ISROയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ഈസ് എ സ്ട്രാറ്റജിക് സ്പേസ് പവർ എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയെ ഒരു സ്ട്രാറ്റജിക് സ്പേസ് പവർ എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് വി വാണ്ട് ആസ് എ പാർട്ട്ണർ, ഇന്ത്യയെ പാർട്ട്ണറായിട്ട് ആവശ്യമുണ്ട് എന്നാണ് ESA പറയുന്നത്. ജോസഫ് ആസ്കാബേച്ചർ എന്ന് പറഞ്ഞ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഡയറക്ടർ ജനറലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ബോർഡറിൽ ഇന്ത്യ AI ഇംപ്ലിമെന്റ് ചെയ്തുള്ള ആ ഒരു സെക്യൂരിറ്റി സർവൈലൻസ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ബോർഡറിൽ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തയാണ് കേട്ടോ, വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റും കൂടിയാണ്. പാലസ്തീനിയൻ അംബാസിഡർ സീക്സ് ബ്രിക്സ് മെമ്പർഷിപ്പ്. അതായത് പാലസ്തീൻ എന്ന് പറഞ്ഞ ആ രാജ്യം ബ്രിക്സ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇത് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട മെമ്പർഷിപ്പ് എന്നുള്ളതിലുപരിയായിട്ട് പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്ഹുഡിന്റെ ആധികാരികത ഉറപ്പുവരുത്താനും അങ്ങനത്തെ ഒരു സ്റ്റേറ്റിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഫോറം ആവശ്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. അത് കുറച്ച് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആയിട്ടാണ് അവർ ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ പാലസ്തീൻ ബ്രിക്സിലേക്ക് ആപ്ലിക്കേഷൻ തന്നതിൽ ഒറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പാലസ്തീനിയൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്ഹുഡിനെ ബ്രിക്സ് അംഗീകരിക്കുന്നോ എന്നുള്ളതാണ് അവർ നോക്കിക്കാണുന്നത്. കാരണം ബ്രിക്സ് അംഗീകരിക്കുന്നെങ്കിൽ ബ്രിക്സിലുള്ള ഒരു കൂട്ടം രാജ്യങ്ങളുണ്ട്. അപ്പൊ ആ രാജ്യങ്ങളുടെ അംഗീകാരം, അതാണ് പാലസ്തീൻ ഇപ്പം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് പാലസ്തീനിയൻ സ്റ്റേറ്റ്ഹുഡ് ഇപ്പം ഒരു പ്രസക്തിയും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട്. അതിലെവിടെയും പാലസ്തീനിയൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് പറയുന്നില്ല. അപ്പൊ അങ്ങനെ പാലസ്തീനിയൻ സ്റ്റേറ്റ് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നെങ്കിലും അത് ഒരു തരത്തിലും യാഥാർത്ഥ്യമാവാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം മറ്റൊരു രീതിയിൽ ലോകത്തുള്ള പല സംഘടനകളിലേക്ക് ഇപ്പൊ പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിന്റെ ആ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് പാലസ്തീൻ അതോറിറ്റി ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു വാർത്തയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭയങ്കര വിഷമത്തിലാണ്. അതായത് പല രാജ്യങ്ങളും നമ്മളെ കുറെ കാലം കൊണ്ട് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് ഒരു നടപടിയെടുത്ത് ഒരു പരിധിവരെ നമ്മൾ താരിഫ് അപ്ലൈ ചെയ്തെങ്കിലും ഫെയർലി ആയിട്ടാണ് അവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ താരിഫ് യുദ്ധത്തിൽ ട്രംപ് ഇത്തിരി ക്ഷീണിതനായിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ വീണ്ടും ആവർത്തിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഞങ്ങൾ അമേരിക്ക ഫെയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വന്ന് മാന്യമായിട്ടിരുന്ന് ചർച്ച നടത്തി ഒരു ട്രേഡ് ഡീലിലേക്ക് അമിക്കബിളി സൈൻ ചെയ്ത് പോവുക. നിശ്ചിത തോതിൽ അമേരിക്കയിലുള്ളിൽ ചെയ്യുന്ന ഇറക്കുമതികൾക്ക് ഒരു താരിഫ് വേണമെന്ന് തന്നെയാണ് ട്രംപിന്റെ നിലപാട്. പക്ഷേ ട്രംപിന്റെ മേളിൽ നല്ല പ്രഷർ ഉണ്ട് ഈ താരിഫ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. തായ്വാൻ ആദ്യമായിട്ട് റഫേൽ ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കാനുള്ള ഒരു പ്രപ്പോസൽ, അമേരിക്ക ഇപ്പം അവർക്ക് പ്രോമിസ് ചെയ്ത രീതിയിലുള്ള ആയുധങ്ങളൊന്നും പെട്ടെന്ന് സപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തായ്വാൻ ഇപ്പം ഫ്രാൻസിന്റെ അലയൻസിലോട്ട് പോവാണ്. റഫേൽ ഫൈറ്റർ ജെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ചിന്തിച്ചാലോ എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് തായ്വാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഇത് ഒരു ടാക്ടിക്കൽ മൂവ് ആണ്. അമേരിക്കയെ ഒന്ന് കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് തായ്വാനെ മാറ്റി നിർത്തിക്കൊണ്ട് ചൈനയുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ, ബീജിംഗുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന്
റഫേൽ ഫൈറ്റർ ജെറ്റ്, അതേപോലെ തന്നെ യൂറോപ്പിലുള്ള മറ്റു രാജ്യങ്ങളുമായിട്ട് ഞങ്ങളുടെ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ള ഒരു സൂചനയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ട്രംപ് ശരിക്കും പറഞ്ഞാൽ ട്രംപ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് വിചാരിക്കുന്ന ട്രംപ് ആ അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ള ലോകക്രമങ്ങൾ, അതായത് ഇതുവരെ അമേരിക്ക സെൻട്രിക് എന്നുള്ള രീതിയിൽ അമേരിക്കയെ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെയൊക്കെ ജിയോ പൊളിറ്റിക്കൽ മേഖലയിൽ വലിയ മാറ്റത്തിന് വഴിതെളിക്കുകയാണ്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ചിലത് പോസിറ്റീവ് ആവും, ചിലത് നെഗറ്റീവ് ആവും. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള രാജ്യങ്ങളുടെ, അതായത് ട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിട്ടുള്ള പല രാജ്യങ്ങളും ഇപ്പൊ മാറി ചിന്തിക്കുന്നുണ്ട്. തായ്വാന്റെ ഈ ഒരു മാറ്റം അമേരിക്കയ്ക്ക് വരുത്തുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഇനി പല ചെറിയ രാജ്യങ്ങളും അമേരിക്കയിൽ നിന്ന് മാറി ചിന്തിച്ച് അവരവരുടെ സ്വന്തം നിലയ്ക്ക് ഫൈറ്റർ ജെറ്റുകളൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യത്തിന് വഴിയൊരുങ്ങും. ഇതൊക്കെ അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന നഷ്ടമാണ്. ഈ ചെറിയ താരിഫിന്റെ പുറകിൽ കിടന്ന് കളിക്കുന്ന ട്രംപ് ഇപ്പൊ തായ്വാൻ റഫേൽ ഫൈറ്റർ ജെറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു വെച്ചോ, ആ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എത്ര ബില്യന്റെ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഈ ഡിഫൻസ് മേഖലയിൽ നിന്ന് നടത്തുന്ന വിൽപ്പനയിൽ അമേരിക്ക ചെറുതായിട്ടല്ല പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ട്രംപിന്റെ തലച്ചോറിൽ ഇതൊന്നും കയറുന്നില്ല. ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ ബ്ലണ്ടർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഇതിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. എന്തായാലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.